അല്ല മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കാണുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര ശരിയാണ് തിയേറ്ററിൽ. ഇപ്പം ഞങ്ങൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുകയാണ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ ഭയങ്കര ചിരിക്കുന്നു. ഇതിന് ജനങ്ങളിലേക്ക് എത്തണം. ആ ഒരു ഒറിജിനൽ റിപ്പോർട്ട്സ് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള റിവ്യൂസ് അല്ലാതെ ഒറിജിനൽ റിവ്യൂസ് പ്രേക്ഷകരിലേക്ക് എത്താനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കും ഇങ്ങനത്തെ സിനിമകൾക്ക്. ഒരു സ്റ്റാർഡം അല്ലല്ലോ, ഇതൊരു ഫൺ സിനിമയാണ്. അപ്പോൾ റിയൽ റിവ്യൂസ് പ്രേക്ഷകരാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഫേക്ക് റിവ്യൂസൊക്കെ വഴിമാറിപ്പോട്ടെ, അതിലേക്ക് ഒറിജിനൽ സത്യം വരട്ടെ എന്നുള്ളൊരു. ഇല്ല, അങ്ങനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് ഇറക്കില്ലായിരുന്നല്ലോ. നമ്മൾ ഈ ഓണം എന്ന് പറയുന്നത് എപ്പോഴും വലിയ സിനിമകൾ വരും നമുക്ക് ഉറപ്പുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓണം പിടിച്ചത്. അത് നിങ്ങൾ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ എന്തുകൊണ്ട് ഓണത്തിന് ഈ പടം ഇറക്കണം എന്ന് വാശി പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ആൾക്കാരിലേക്ക് എത്തട്ടെ. അതിന് ചിലപ്പോൾ ഒരു 1-2 ദിവസം എടുക്കും ആ ഒരു ഇങ്ങനത്തെ സിനിമകളൊക്കെ എത്താൻ വേണ്ടിയിട്ട്. സ്റ്റാർഡം ഇല്ലാത്ത സിനിമയാണ്, അപ്പം കയറി വരും. തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പിന്നെ അത് എന്താ പറയുക, ഒരുപാട് അങ്ങനത്തെ വരും, അത് എക്സ്പെക്ട് ചെയ്യണം. അതിപ്പോൾ ഇങ്ങനത്തെ സിനിമകൾക്ക് മാത്രമല്ല, എല്ലാ മിക്ക സിനിമകൾക്ക് നമ്മൾ കാണാറുണ്ടല്ലോ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, കുറച്ച് ഇങ്ങനത്തെ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. ഉണ്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. നോക്കാം. അല്ല, പക്ഷേ പ്രേക്ഷകർ, ഇത് സിനിമ കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും അതിലേക്കൊന്നും പോവില്ല. സത്യത്തിലേക്ക് തന്നെ വരും. റിയൽ റിവ്യൂസ് തന്നെ വരും. ഓക്കെ, താങ്ക് യു.